ലോകൈകനായക രക്ഷിക്കനങ്ങളെ അഗീതമാം ഭക്തിദാനമെന്നേകി മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാർദ്ദ സാഗരമാക്കി കൈകോർത്ത് യോജിച്ചു മുന്നോട്ടു പോവാൻ കാരുണ്യവാനേ സർവബുദ്ധി കാരുണ്യവാനേ സർവബുദ്ധി ലോകൈകനായക രക്ഷിക്കനങ്ങളെ അഗീതമാം ഭക്തിദാനമെന്നേകി മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ഏറെ ബഹുമാനായ പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം മുഖ്യ കർമ്മി ആദരണീയനായ സുനീഷ് പൂജാരി അവരുടെ ഈ വേദിയിലുള്ള തറവാടിൻ്റെ മുതിർന്ന അംഗങ്ങളെ കുടുംബാംഗങ്ങളെ കോട്ടിക്കുളം ചേടിക്കുന്ന് മുണ്ടാഴ്ചവളം താഴത്തെ തറവാട് പൗരാണികതയും ഏറെ പഴക്കം ചെന്ന വയനാട്ടുകളും തറവാടും നമ്മുടെ നാഷണൽ ലൈബ്രറിയിൽ തൊട്ടുകിടക്കുന്ന ഈ തറവാട് എല്ലാം കൊണ്ടും ശ്രദ്ധേയമാണെന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ തറവാടിൻ്റെ വർഷങ്ങളിൽ നടക്കുന്ന പൂത്തിരി കൊടുക്കൽ അതുപോലെ മറ്റു അനുബന്ധ പരിപാടികൾ മാത്രം നടത്തുകയും തറവാടിൻ്റെ കുടുംബാംഗങ്ങൾ ആ സമയങ്ങളിൽ ഒത്തുചേർന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു 5ഓളം താവഴി, ചെറുതാവഴി എന്ന് പറഞ്ഞാൽ 7ഓളം താവഴികൾ ഉൾപ്പെടുന്ന ഈ കുടുംബം എനിക്ക് തോന്നുന്നു പരസ്പരം പരിചയമോ വലിയ ബന്ധമോ കാണിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ ഇമ്പം. അപ്പൊ കുടുംബം ഒന്നിച്ചു ചേരുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ തറവാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കരുണാകരനെ പോലുള്ള കുഞ്ഞിക്കോര തായൂർ അടക്കമുള്ള ആളുകളുടെ, അതുപോലെ അമ്മമാരടക്കമുള്ള ഒരുപാട് ആളുകളുടെ സാന്നിധ്യം ഇവിടെ കണ്ടപ്പോൾ മനസ്സുകൊണ്ട് വ്യക്തിപരമായി ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും ഏതായാലും നമുക്ക് ഈ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബം. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കുള്ളൂ. കുടുംബങ്ങളെന്നും ഒന്നിച്ചുണ്ടാവുകയും കുടുംബത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങളിലും കുടുംബത്തിന്റെ എല്ലാ ഭൗതിക കാര്യങ്ങളിലും പരസ്പരം ഇണചേർന്നുകൊണ്ട് പരസ്പരം ഊട്ടുറപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ കടാക്ഷം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ആദരണീയ പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര പ്രധാന കാരിയൻ പൂജാരിച്ചൻ, അതുപോലെ നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ കാരണവന്മാരെ, അതുപോലെ മുതിർന്ന നമ്മുടെ അമ്മമാരെ, കുടുംബാംഗങ്ങളെ, കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ സെക്രട്ടറിയോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കത് നമ്മുടെ പൂജാരിച്ചന് അത്യാവശ്യമായി പോകാൻ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്. സുമാരാപ്പുറം
സുമാരപ്പുറം അപ്പുറമല്ലേ അപ്പുറമല്ലേ അപ്പോൾ ഇവരെല്ലാം ഇവിടെ നിൽക്കാം അല്ലേ നിങ്ങൾ അങ്ങോട്ട് ഇവിടെ കണ്ടേട്ടാ ഇങ്ങോട്ട് വേണം സുമാരപ്പുറം വന്ന് നാരണ്ട ഈ കുടുംബസംഗമത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീധരൻ പറയേണ്ടത് അവർ ഏറ്റവും മുതിർന്ന തറവാട്ടംഗം ശ്രീ കരുണാകരൻ നെക്ര അവർ, ഇതുപോലെ തന്നെ സ്വാഗത പ്രാസംഗം നടത്തിയ സുകുമാരൻ പൂച്ചക്കാട് അവർ, അതോടൊപ്പം തന്നെ തറവാട്ട് കാരണവന്മാരെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നല്ലൊരു സദസ്സിനാണ് ഇന്ന് വേദിയൊരുക്കുന്നത്. നല്ലൊരു വേദിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. കാരണം നേരത്തെ നമ്മുടെ സ്വാഗതത്തിൽ പറഞ്ഞു, ഇവിടെ കത്താൻ കഴിയുന്നുണ്ട്. സാധാരണ കുടുംബത്തിൽ പലപ്പോഴും മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ തറവാടിൻ്റെയും അവസ്ഥ അരമണിക്കൂറും 1 മണിക്കൂറും കഴിഞ്ഞതല്ല. നേരത്തെ ഗൾഫിൽ പോയ കാര്യങ്ങളുടെ വിവരിക്കുകയുണ്ടായി. ഞാനും സുമാരനും ആയത്താച്ചനടക്കം അച്ചോട്ടനടക്കമുള്ള ഗൾഫിൽ പോകുമ്പോൾ അനവധി പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഒരു തറവാട്ട് കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അരവത് തായത്ത് തറവാടിലെ UAE പ്രതിനിധികളായിരുന്നവരൊക്കെ ഒരു കൂട്ടായ്മ, നല്ലൊരു കൂട്ടായ്മയാണ്. ഇന്നുവരെ തറവാടുകളിൽ ഇത്രയും അംഗങ്ങളുള്ള ഒരു തറവാട് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. പല തറവാടുകളും ഉണ്ടെങ്കിൽ പോലും ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉണ്ടാവും. പക്ഷെ അവിടെ കണ്ട ആൾക്കാരെ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്നാൽ അവിടുത്തെ യോഗം ചേർന്ന ആ ഹാളിലെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അവിടുത്തെ പരിചാരകന്മാർ പോലും ഇവിടെ നിന്ന് നടക്കുന്നെന്ന് വന്ന് നോക്കുന്ന ഘട്ടം പോലും അന്ന് ഉണ്ടായിരുന്നുള്ളത് ഒരു വാസ്തവമാണ്. അതൊരു വേറൊരു ഘട്ടമാണ്. എന്നിരുന്നാലും പുതുമ വേവൂരി തറവാടിൻ്റെ ശാഖയായി എത്തുന്ന ഉണ്ടാച്ചുറപ്പ് തറവാട് ചുരുങ്ങിയ കുടുംബങ്ങളാണിത്. 7ഓളം താവഴി എന്ന് പറയുമ്പോഴും ചുരുങ്ങിയ കുടുംബങ്ങളെ ആയിട്ടുള്ള ഒരു തറവാടാണ് ഈ മുണ്ടാച്ചുറപ്പ് തറവാട്. ഈ തറവാടിനെ നോക്കുമ്പോൾ പണ്ട് പൂർവ്വകാലത്തിൽ ഈ തറവാടുകൾ ശാഖയോട് ശാഖയായിട്ട് വരുന്നത് ഒരു തറവാടിന് വേണ്ട വിധത്തിൽ പരിപാലിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ആ കാരണവന്മാരോ അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ട ആൾക്കാരോ മറ്റൊരു തറവാടിൽ പോയി അതേ ഇല്ലത്തിൻ്റെ തറവാടുകൾ കെട്ടി അവിടെ കുടിയിരുത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ തൊണ്ടച്ചനെ മാത്രമേ ഇവിടെ കുടിയിരുത്തിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ സ്വർണ്ണപ്രശ്നത്തിൻ്റെയും ഇവിടെ ധർമ്മദൈവത്തെ കൂടി കുടിയിരുത്തണം എന്നുള്ളതിൽ 3 വർഷം അല്ലെ ഏകദേശം 3 വർഷമായിട്ട് പടിഞ്ഞാച്ചാമിൻ്റെയും അതുപോലെ തന്നെ പുറത്തേയും ഇവിടെ ആരാധന നടത്താൻ സാധിച്ചു എന്നുള്ളത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. ഏതൊരു കുടുംബത്തിനും കുലദൈവത്തോടൊപ്പം ധർമ്മദൈവം അത്യാവശ്യ കാര്യമാണ്. ധർമ്മദൈവത്തെ പ്രസാദിച്ചാൽ മാത്രമേ നമ്മൾ കുടുംബങ്ങൾ പ്രസാദിക്കൂ. നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം കുടുംബം എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടുമ്പോൾ ഇമ്പമുള്ളത് നമ്മൾ പഴയ പൂർവികന്മാർ നമുക്ക് പറഞ്ഞ ഒരു വർഷമെങ്കിലും നമ്മുടെ ദേവനെ കണ്ട് പരിപാലിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് അന്ന് ഈ പുത്തരിയും കാര്യങ്ങൾ കൊടുത്തത്.
മുൻകാലങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് മറ്റു അച്ഛന്മാരുടെ 5 വർഷത്തേക്കോ 6 വർഷത്തേക്കോ മാത്രമേ പുത്തരി കൊടുക്കാറുണ്ടാവും. ഇതിന് മുതിർന്ന ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം 92 വയസ്സായിട്ടുള്ള നമ്മുടെ കർണാടക പോലില്ല. എന്നാലും നമുക്കെല്ലാം എഴുത്തിന്റെ പ്രായമുള്ള അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നത്. അത് പറയാൻ അറിയിക്കാത്ത സന്തോഷം. അദ്ദേഹത്തിന് ചോദിക്കുമ്പോൾ മാത്രമേ 92 വയസ്സായി എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്ന കാര്യം. അപ്പോൾ അവർക്കൊക്കെ ഇത് അറിയാം. ഏകദേശം 5 or 6 വർഷങ്ങൾക്കാണ് പണ്ട് കുത്തിരി കൊടുത്തത്. എന്നിരുന്നാലും ആ ധർമ്മദൈവത്തെ കാണാൻ എല്ലാവരും കുടുംബങ്ങൾ കൂടിച്ചേരുകയും ആ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ മറിച്ച് ഈ പുതിയ യുഗത്തിൽ എല്ലാവരും കെട്ടുന്നതിലും മറ്റും പോയതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും കുടുംബങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി. ഇന്ന് തറവാട്ട് കുടുംബങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മളെ തറവാട്ട് കുടുംബങ്ങളുടെ ഉപരി ഈ പരിസരത്തിലെ എല്ലാവരും അവരുടെ മറ്റുള്ള ബന്ധുക്കളെയൊക്കെ വിളിക്കുമ്പോൾ തറവാട്ടാറ് വന്നു പോയി കാണും ആര് എന്ത് എന്നുള്ളത് വ്യക്തമാകാത്തൊരു അവസ്ഥ ഇന്ന് എല്ലാ തറവാട്ടിലുണ്ട്. അതിൽ നിന്നാണ് ഉയർത്തിഞ്ഞു വന്നിട്ടുള്ളത് ഇപ്പോൾ കുടുംബ സംഘങ്ങൾ. അപ്പോൾ ഈ കുടുംബ സംഘം നടത്തുമ്പോൾ ഒന്ന് കൂടിക്കൂടി വരികയാണ്. എല്ലാ തറവാടുകളിലും കുടുംബ സംഘങ്ങൾ ഇപ്പോൾ സംഗമം നടത്തുകൊണ്ട് ഈ കുടുംബത്തെ പരിപാലിക്കണം എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റ് ആരാധന സങ്കേതങ്ങളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. അവിടെ ഇപ്പോൾ കുത്തിരിക്കോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തറവാട്ട് വരാൻ മടിയാണ്. ശരിക്കും പറഞ്ഞാൽ തറവാട്ട് ധർമ്മദൈവത്തെയും കുലദൈവത്തെയും പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് എന്നും ശ്രേയസ് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അത് പറഞ്ഞറിയിക്കണമെങ്കിൽ നമ്മുടെ രാജവംശം തന്നെ പല രാജവംശം നശിച്ചതും ഇന്ന് അതിൻ്റെ അവരുടെ ചില പേരുകൾ ഇന്നും നിലനിൽക്കുന്നതും അവരുടെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ അവർ കൊണ്ടാടിയ ആ കുലദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതുകൊണ്ടാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ പറയാൻ പലതുമുണ്ട്. പറയുകയാണെങ്കിൽ ഗുരുവായൂർ അടുത്തേക്ക് പൂന്താൻ അല്ലെങ്കിൽ നമ്മുടെ നാരായണവട്ടത്തിൽ നാരായണീയം എഴുതിയ അദ്ദേഹം ഞാൻ ഒരു പ്രസംഗത്തിൽ കൂടി കേട്ടതാണ്. നാരായണം അദ്ദേഹം എഴുതിയപ്പോൾ ഗുരുവായൂരപ്പനെ സമർപ്പിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സമർപ്പിക്കുന്നതിന് കുറച്ച് മുമ്പ് അദ്ദേഹത്തിന് ഒരു അശ്വരി ഗുരുവായൂരപ്പൻ്റെ അശ്വരി അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് ഒരു ദർശനം കാട്ടിയെന്ന് പറഞ്ഞത്. നീ എനിക്ക് ഈ നാരായണം സമർപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ ധർമ്മദൈവത്തെ പോയി കാണണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനുണ്ടായ ഒരു അശ്വരീയത. അപ്പോൾ അവിടുത്തെ ധർമ്മദൈവം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം മുക്കോല ഞാൻ എഴുതി വെച്ചാണ്. മുക്കോല ഭഗവതി ക്ഷേത്രമാണ് അവരുടെ ധർമ്മദൈവം. അങ്ങനെ ഈ സ്വപ്നത്തിൽ കാണിച്ച ആ ഒരു ദർശനം അദ്ദേഹം ആ ക്ഷേത്രത്തിൽ പോയി ശ്രീപാദ സപ്തതി എന്നുള്ള ഒരു അതിഗംഭീരമായ ഒരു ശ്ലോകം എഴുതി സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഗുരുവായൂരപ്പനെ നാരായണൻ സമർപ്പിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ പൂന്താനം സമർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതേപോലെ ദർശനം ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം തിരുമാന്തംകുന്ന് ക്ഷേത്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ധർമ്മദൈവമാണ്. അവിടെയും ഒരു ജനസംഘം എന്നുള്ളൊരു കീർത്തനം അദ്ദേഹം ആലപിച്ചു കൊണ്ടാണ് ഈ ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ പോലും പറയുന്നത് ആദ്യം എനിക്ക് സമർപ്പിച്ചതിന് മുമ്പ് നിങ്ങളുടെ തറവാട്ട് അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾക്ക് കുലദൈവങ്ങൾക്ക് കൊടുത്തതിന് മാത്രമേ മറ്റുള്ളവർക്ക് വരണ്ടൂ എന്ന് ഗുരുവായൂരപ്പൻ തന്നെ ദർശനത്തിലൂടെ കാണിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാജവംശം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം പത്മനാഭ കൊട്ടാരം അടക്കമുള്ള രാജവംശം ഒരു കാലത്ത് അവർക്ക് സന്തതി പരമ്പരകൾ ഇല്ലായിരുന്ന സമയത്ത് നമ്മുടെ ചെറുക്കൽ കോവിലകത്ത് 2 സന്തതികളെ അവിടുത്തെ എടുക്കുന്നതാണ്. 2 സന്തതികളെ പെൺസന്താനങ്ങളെ അവിടെ ദത്തെടുക്കുന്നതാണ്. ആ ദത്തെടുക്കുമ്പോഴും ഈ കണ്ണൂരുള്ള ചെറുക്കൽ കോവിലകത്തിന്റെ പരദേവതയായിരിക്കുന്ന മാടായിക്കാവ് തിരുവാർക്കാട്ട് അമ്മ, ആ അമ്മേനെ ശരിക്കും പറഞ്ഞാൽ ഇവര് കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങോട്ട് അതാണ് തിരുവനന്തപുരം ആ ക്ഷേത്രത്തിന്റെ പേരുണ്ട്, ഉണ്ട് ആറ്റിങ്ങൽ തിരുവാർക്കാട്ട് ഭഗവതി. ഈ തിരുവാർക്കാട്ട് ഭഗവതി തിരുവാർക്കാട്ട് ഭഗവതിനെ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് മാടായിക്കാവിലെ അച്ഛനെ നിൽക്കും അങ്ങോട്ട് കൊണ്ടുപോയത്. എന്താ വെച്ചാൽ ആ ധർമ്മദൈവത്തെ ഞങ്ങൾക്ക് പരിപാലിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നും ആ രാജവംശത്ത് ഇന്നും ഓർക്കുന്നത്. ഇന്നും അവർ പ്രൗഢിയോടെയാണ്. ഇപ്പോൾ നമ്മുടെ ജനകീയ ഭരണം പങ്കിടുന്നെങ്കിൽ പോലും പല കാര്യങ്ങൾക്കും തിരുവനന്തപുരം നമ്മുടെ പത്മനാഭ കൊട്ടാരവും അല്ലെങ്കിൽ ആ കൊട്ടാരത്തിലെ രാജവംശത്തിൽ ഇന്നും നമ്മൾ ഓർക്കുന്നുണ്ട്, സ്മരിക്കുന്നുണ്ട്. കാരണം
അവർക്കുണ്ടായ ആ ഒരു ശ്രേയസ് ഇന്നും പല മന്ത്രിസഭകൾ വന്നു കഴിഞ്ഞാലും ആ രാജവംശത്തിൽ പോകണമെന്നാണ് പിന്നെ ഒരു വ്യവസ്ഥ. മറിച്ച് അവിടെ ഏറ്റവും വലിയൊരു നോക്കണം അവിടുത്തെ ആറാട്ടിന്, ആ ആറാട്ടിന് എയർപോർട്ട് പോലും അടച്ചിട്ടിട്ടാണ്, ഏത് 2 ആറാട്ടുകൾ നടക്കുമ്പോൾ അടച്ചിട്ടിട്ടാണ് ഗവൺമെന്റ് അടക്കം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇത് പറഞ്ഞത് അവരുടെ ധർമ്മദൈവത്തെ പിന്നെ പരിപാലിച്ചു എന്നുള്ളതാണ് അവർ കണ്ട ഏറ്റവും വലിയ ശ്രേയസ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പിന്നെ സാമൂതിരി വംശം നമ്മുടെ കോഴിക്കോടിന്റെ തറവാട്ട് വെച്ച് നമ്മൾ നടക്കുമ്പോൾ അതിലൊരു പ്രീതി. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഈ തറവാട്ട് വ്യവസ്ഥയെ പറഞ്ഞു കഴിഞ്ഞു. കുറേ പിന്നെ ആദിക്കൽ പരിപാടി നടത്താറുണ്ട് കുറേ കുട്ടികൾക്ക്. അല്ലെ ഈ ഇവിടുന്ന് ഈ പ്രോത്സാഹിക്കുമ്പോൾ കുട്ടികൾ കാണേണ്ടത് നമ്മുടെ തറവാട്ട് നിങ്ങൾ എത്ര ആ തറവാടിയാണ്. ആ തറവാട്ടിൽ നിന്ന് നമ്മൾ വന്നതുകൊണ്ടാണ് ഈ ഉയരത്തിൽ എത്തിയെന്നുള്ളൊരു ബോധം അനുമാനം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്രയും പരിപാടികൾ സംഘടിപ്പിക്കുന്നു അറിഞ്ഞതിൽ വളരെയധികം. അത് ഇത് ഭരണസമിതിക്ക് തെറ്റുമെന്നില്ല. ഇതിനു മുമ്പും ഇവിടെ കുടുംബസംഗമം നടന്നിട്ടാണ് വ്യക്തി വന്നിട്ട് ഇവിടെ ഇതുപോലെ ഉദ്ഘാടനം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് നമ്മുടെ ഈ വേദിയിൽ നടക്കുന്നത്. അടുത്തതായി നമ്മൾ ആദരിക്കുന്നത് അടുത്തതായി അടുത്തതായി ആദരിക്കുന്നത് അടുത്തതായി നാരായണി സുബ്ര തൊട്ടാൽ അടുത്തതായി ആദരിക്കപ്പെടുന്നത് അടുത്തതായി അടുത്തതായി നാരായണി പള്ളിപ്പുഴ അടുത്ത
നോക്കിയേ. അടുത്തതായി ലക്ഷ്മി കൊളവയ. ഏറ്റവും നമ്മുടെ ആദരിക്കൽ ചടങ്ങിലൂടെ നമ്മുടെ ഈ ഉപകാരം നൽകുന്നത് നമ്മുടെ പ്രസിഡന്റ് ശ്രീ ശ്രീധരൻ പറയുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചു. അടുത്തതായി നമ്മുടെ അടുത്തതായി ശ്രീധരന്റെ സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിക്കോരൻ താരം. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിച്ചു. അടുത്തതായി അനന്യ രവീന്ദ്രന്റെ മകളാണ്. സമ്മാനം നൽകുന്നത് നമ്മുടെ ട്രഷറർ പ്രഭാകരൻ. അടുത്തതായി ഇവിടെ നോക്കണം മോളെ. സന്തോഷമായിട്ട് നമ്മളെല്ലാവരും കൃഷ്ണപ്രദീപത്തിൽ കുട്ടി വന്നിൽ അമ്മയാണ് വിഷയം. അടുത്തതായി നമ്മുടെ ലീല എല്ലാവരും കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും. എന്തൊരു പ്രോത്സാഹനം. ഇനി അടുത്തതായി MSc ജിയോളജി പരീക്ഷയിൽ വിജയിച്ച അശ്വതി നമ്മുടെ SSLC +2 ഈ ഒരു ചെറിയ പ്രായത്തിൽ കുട്ടി നമ്മുടെ കുടുംബത്തെ അംഗം എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനം. എല്ലാവരും കൈയ്യടിക്കും. എല്ലാവരും കൈയ്യടിക്കും. പ്രിയപ്പെട്ട മയൂരിന് സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ദാമോദരൻ.
ശാന്തോട്ടോ കേട്ടോ ഇങ്ങോട്ടേ നോക്കി ആ അടുത്തതായി കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവം അടുത്തതായി അടുത്തതായി കാസർഗോഡ് അഞ്ചോട്ടായിട്ട് അപ്പോൾ ഏതായാലും നമുക്ക് റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ശേഷം മൂന്ന് കുട്ടികൾക്കും കുട്ടികളാരും സമ്മാനം ഇപ്പോൾ പൊട്ടിച്ച് നോക്കരുത്, ലാസ്റ്റ് വീട്ടിലെത്തിയതിനു ശേഷം മാത്രം നോക്കുക. പ്രോത്സാഹന സമ്മാനം എല്ലാവരും. മത്സരിച്ചവർക്കെല്ലാം മത്സരിച്ച എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് വീണ്ടും ഒരു കൊണ്ട് പൂർത്തിയാവില്ല, 4 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേക പേരുണ്ട്. ആരാണ് ആദ്യം മത്സരിക്കാൻ തയ്യാറ്? 2 പേര് വേണം ആദ്യം. ഇത് 2 റൗണ്ടിലൂടെയാണ് വരും. ഒന്ന് ശിവഗംഗാണ് ഒന്ന് തയ്യാറാക്കി, രണ്ടാമത് നീ. നിങ്ങൾ കുറച്ചുകൊണ്ട് മാറണം കേട്ടാ. വാ, നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിൽക്കുക. ഈ കാണുന്ന ബോൾ ഉണ്ടല്ലോ, ഓരോ ബോളും ഒന്ന് പറക്കി ഇതിനകത്ത് ഇടുക, വീണ്ടും രണ്ടാമത്തെ പറക്കി ഇതിനകത്ത് ഇടുക. ആദ്യം ആരാണ് ഫിനിഷ് ചെയ്യുന്നത് അവരായിരിക്കും ഫൈനലിൽ പങ്കെടുക്കുക. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം ഫൈനൽ നടക്കും. 3 റൗണ്ട് മത്സരമാണ്, നടക്കില്ല. നമുക്ക് സ്ഥല സൗകര്യത്തിന് പ്രശ്നം.